എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ആമസോണിലുള്ള അടുക്കള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കുറച്ച് ഡെക്കോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതാണ് കാണിക്കുന്നത്. കുറച്ച് നാൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ ആമസോണിലാണ് മേടിച്ചിട്ടുള്ളത്. കുറച്ച് പൗഡറുകൾ മേടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കറിയിലൊക്കെ ഇടുന്ന ആ സംഭവങ്ങളാണ്. കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടെ നട്ട്സ് ഒക്കെ മേടിച്ചു, അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ മുന്തിരി, ക്രാൻബെറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് നമ്മള് ഇത് സിന്നമൺ പൗഡർ കേട്ടോ, അതാണ് മേടിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ജീരകത്തിന്റെ പൗഡറൊക്കെ ഉണ്ട്. ഈ ജീരകത്തിന്റെ പൗഡറിലെ പെരുംജീരകത്തിന്റെ നമ്മൾ ഇറച്ചിണ്ടാക്കുമ്പോഴൊക്കെ മസാലക്കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പൊ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞ സംഭവമാണ്. അപ്പം എന്തായാലും ഇവിടെ എന്താ നല്ല ചിലവുണ്ടല്ലോ. അപ്പൊ 2 ബോട്ടിലാണ് കിട്ടുക. മിനിമം നമ്മൾ 2 എണ്ണം മേടിക്കണം, ഒന്നായിട്ട് കിട്ടില്ല. ചില പ്രൊഡക്റ്റ് അങ്ങനെയാണ്, നമ്മൾ മിനിമം 3 എണ്ണം മേടിക്കാനുണ്ടാകും. അപ്പൊ ഇത് 2 എണ്ണമാണ് മേടിക്കേണ്ടത്. ഇതേപോലത്തെ 100 ഗ്രാമാണ് വരുന്നത്. ഒന്ന് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, സംഭവം നന്നായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പാക്കിങ്ങും നല്ലതാണ്. ഈ ബോട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ചധികം വേണമെങ്കിൽ അളവ് ആക്കണമെങ്കിൽ ടേബിൾ സ്പൂൺ, ടീസ്പൂൺ ഒക്കെ അളന്നിട്ടാണെങ്കിൽ നമുക്കിതാ ഈ വശത്തോട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കാനാണ്, സോറി ഇതാണ് പൊട്ടിച്ചത്. നമ്മൾ ഈ സൈഡ് ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് സ്പൂൺ ഇട്ടിട്ട് ആവശ്യത്തിൽ എടുത്തിടാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന്റെ ഈ വശം ഉണ്ടല്ലോ, ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും ഇടുന്ന ഇങ്ങനത്തെ ഹോൾസ് ഉണ്ടല്ലോ, അതും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്കിങ്ങനെ കുടഞ്ഞു കൊടുക്കാനാണെങ്കിൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 2 ടൈപ്പായിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ നന്നായിട്ടുണ്ട്, ഈ സെറ്റപ്പ് രസമായിട്ടുണ്ട്. നമുക്ക് ആവശ്യം പോലെ നോക്കി ഉപയോഗിക്കാം. ഇതിന് 150 രൂപയാണ് വരുന്നത്. ഇതിന് വലിയ ഡിസ്കൗണ്ട് ഒന്നുമില്ല. 149, 145 ആ റേറ്റ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണം. അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ളത്. നമ്മുടെ സിന്നമൺ പൗഡർ ആണ്. സിന്നമൺ ഇതില്ലേ, കറുവപ്പട്ട, കറുവപ്പട്ടയുടെ പൊടിയാണ്. നമ്മൾ പാൻകേക്ക് ഉണ്ടാക്കുമ്പോഴും അല്ലാണ്ടും ഇത് ആവശ്യമുണ്ടല്ലോ. ഇത് നമ്മൾ മസാലക്കറികളൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. മിക്കവാറും മസാലക്കറി തന്നെ വേണ്ടത്. അപ്പൊ അതിലൊക്കെ കുറച്ച് നുള്ളിട്ടാല് രസമാണ്. ഇത് നമ്മൾ ദാൽച്ചിനി പൗഡർ എന്ന് പറയും. ഇതെന്താ 550 രൂപ എന്നുള്ള ബ്രാൻഡിന്റെയാണ്. നല്ല സാധനമാണ്. 270 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു 245 രൂപയോ 265 രൂപയാണ് ഇപ്പൊ ആമസോണിൽ കാണുന്നത് കേട്ടോ. അപ്പൊ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്, ഇത് ഇട്ടാൽ മതി. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിങ്ങനെ പൊടിയൊക്കെ ഇടണ്ട, സ്പൂൺ ഇടാം, അല്ലെങ്കിൽ കുറച്ച് വേണ്ടി ഇടാം. ആ ഒരു മോഡലാണ് വരുന്നത്. ചെറിയ ബോട്ടിലാണ്. ഇതിപ്പോ എത്ര ഗ്രാം ഉണ്ടാവും? 100 ഗ്രാമിനാണ് വരുന്നത്. പിന്നെ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരൊരാള് എവിടുന്ന മേടിച്ചാലെങ്കിൽ ഇതിന്റെ ലിങ്ക് ഉണ്ടോ എന്നുള്ളത്. ഇതിന് 1199 വരുന്നുണ്ട്. അതേ കുറച്ച് മുൻപേ മേടിച്ചാണ് കേട്ടോ. അന്ന് ഇതിനെക്കാട്ടും കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ചില ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ അത് സമയത്ത് കുറയുണ്ട്, അപ്പൊ മേടിച്ചാൽ മതി. ഓഫർ ടൈമിലൊക്കെ ആണെങ്കിൽ ഇതിൽ നമുക്ക് അത്യാവശ്യം വലിയതാണ്. ഒരുപാട് വെജിറ്റബിൾസ് ആണെങ്കിലും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആയിരിക്കും എന്താ ഇത്രയും വെണ്ണപ്പഴന്ന്. നമുക്ക് ഇവിടെ വെണ്ണപ്പഴം ഇഷ്ടം പോലെ കേട്ടോ. ഇത് പിന്നെ ഏട്ടന്റെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്തതാണ്. ഇവിടുത്തെ ആയി വരുന്നുള്ളൂ. അപ്പം ഇത് ഏട്ടന് ആർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ചധികം പറിച്ച് വെച്ചാണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ കാണിക്കാൻ ജസ്റ്റ് ഇങ്ങനെ ഭംഗിക്ക് വെച്ചെന്ന് മാത്രം. ഇതേപോലെ നമുക്ക് കുറെ എന്താ വെച്ച് വേണ്ട വെച്ചാല് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ 3 ലെയറായിട്ട് ഇങ്ങനെ 3 ടയർ എന്ന് പറയാം, ആ ഒരു മോഡലാണ് വരുന്നത്. ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു പാറ്റേൺ അല്ലാണ്ട് വേറെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നല്ലതാണ്, കുറെ സംഭവം ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് ഇതല്ല കേട്ടോ, അത് നമ്മുടെ അടുത്ത ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. നല്ല ഭംഗിയെ കാണാനായിട്ട് ഈ ഒരു സെറ്റായിട്ട് 7 days ആയിട്ട് മേടിച്ചാന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ അടുത്തായിട്ട് പറഞ്ഞിട്ട് ഇതാണ്. ഇതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ ടേബിളിന്റെ മേലേക്ക് വെക്കുന്ന ചെറിയ ഇങ്ങനെ ജൂട്ടിന്റെ മെറ്റീരിയലോടുള്ള ആ ഒരു മെടഞ്ഞിട്ടുള്ള ഒരു ഫ്ലോർ കാർപ്പറ്റ് അങ്ങനെ പറയാം കേട്ടോ. ഇങ്ങനെ ടേബിളിന്റെ മേലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാം, അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കൂലേ. ജസ്റ്റ് അത് കോഫി ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ചൂടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ മേലെ ചൂട് പാത്രങ്ങളൊക്കെ വെക്കാനൊക്കെ പറ്റും. അങ്ങനെ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഡെക്കർ ഐറ്റംസ് ആയിട്ടൊക്കെ നമ്മൾ ലിവിംഗ് ഏരിയയിലോ എന്താ പറയാ കിച്ചണിലോ അവിടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഡെക്കോറേറ്റ് ആണ് സംഭവം. ഇത് തോന്നുന്നു കറങ്ങിയാണെന്നാണ് തോന്നുന്നത്. ഇതിന് വേറെ മോഡൽ ഉണ്ടെങ്കിൽ ഇതിനുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കണം. എന്തായാലും ഇത് കുറെ മേടിച്ചിലേക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിക്കുന്നത് കുറച്ചധികം പഴക്കമുണ്ട്. പഴക്കം കുറച്ചധികം നല്ല ഇപ്പൊ മേടിച്ചതല്ല, നമ്മള് വീട് ഇങ്ങോട്ട് മാറുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഓരോന്നും മേടിച്ചിട്ടുണ്ടല്ലേ. അല്ലെ ഞാൻ മാത്രമേ വീട് ഇങ്ങോട്ട് മാറുന്ന സമയത്ത് ഓരോന്ന് കാണിച്ചു തരാറുള്ളത്. അപ്പം ഒരു വർഷമൊക്കെ ആയിട്ടാണ് മിക്കവാറും പല സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, ഇത് എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മൾ അടുത്തായിട്ട് മേടിച്ചിട്ടുള്ളത്. ഇത് 2 എണ്ണമാണ് വരുന്നത്. ഇതേപോലെ 2 എണ്ണം വരുന്നത്.
വേറെ ചെറിയ ബാസ്കറ്റ് പോലത്തെ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അവിടെ റൂമിൽ വെച്ചിരിക്കുകയാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെയുള്ളത് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഈ ഒരു ബൗളില്ലേ നല്ല ഭംഗിയുള്ള ബൗളാണ്. ഇതിന്റെ അടിയിലാണെങ്കിലും കാണുന്നുണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പൂവിന്റെ നമ്മളെ ഉള്ളിൽ കാണാൻ മുട്ടും പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ കിരാന്ന് നമ്മളൊരു ഉണ്ടോണ്ട പണിയുടെ അടിയില് പിന്നെ ഇങ്ങനെ പൂ പിരിഞ്ഞു വരുന്ന ആ ഒരു ഷേപ്പിലൊക്കെയാണ് ആ ഇതളിന്റെ ഒക്കെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ട് നല്ല രസമാണ്. നല്ല സ്റ്റാൻഡ് അടിപൊളി സംഭവമാണ്. പക്ഷെ റേറ്റ് വരുന്നുണ്ട് 1500 ആ ഒരു എന്തായാലും 1800 ആ ഒരു റേറ്റിൽ വരും കേട്ടോ. അപ്പൊ പക്ഷെ ഇത് നല്ല ഹെവി ആയിട്ടുള്ള സാധനം, നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധനം സൂപ്പർ ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റിന്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ്. ഒരു പീസൊക്കെ ഉടച്ചാല് സൂപ്പർ സാധനമാണ്. അപ്പൊ അതിന് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് ഇത് നമ്മൾ അടുക്കളയിൽ വെജിറ്റബിൾസ് വെക്കണക്കാണ് വന്നത്. ഡയറിയിലൊക്കെ ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നതാണ്. അപ്പൊ ഇത് ഞാൻ വെച്ചാല് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കണത് കാണിച്ചുകൊണ്ട് ഇത് കൂടെ ഒന്ന് കാണിക്കുകയാണ്. ഇത് അമ്മായി കഴിഞ്ഞ ദിവസം പഴം കൊടുക്കുന്നതാണ്. അപ്പൊ ഇതിലേക്ക് വെച്ചത് മാത്രം. ഇത് കണ്ടോ ഒരു ഇല ഷേപ്പിലാണ്. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ തോന്നുന്നത്. ഈ ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു. പഴം ഓവർ പഴുപ്പായിട്ട് നല്ലൊരു കറക്റ്റ് ലീഫിന്റെ ഇതൊക്കെ വരുന്നുണ്ട്. ഇതിലും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. നല്ല ഭംഗി ആർട്ടിന്റെ മേലെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല സാധനമാണിത്. ഭംഗിയുടെ കാണാനായിട്ട്. പിന്നെ ഒന്നത്തെ ഒരു പീസൊക്കെ മേടിച്ചിങ്ങനെ വെച്ചാൽ മതിട്ടോ. ഇതേപോലെ പഴങ്ങനെ വെച്ചിട്ട് ഡൈനിങ്ങിന്റെ മേലെ ഈ ഇങ്ങനത്തെ ഒരു പാത്രം വെച്ച് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. പിന്നെ നമ്മുടെ അടുത്ത ഐറ്റം ഇനി ഞാൻ ബാക്കിയുള്ളത് അവിടെ കാണിച്ചിട്ടാ. പിന്നെ ഇങ്ങനത്തെ 2 കോഫി മഗ്ഗാണ്. ഇപ്പൊ നമുക്ക് ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ കാപ്പി പിടിക്കാനുണ്ടെങ്കിൽ അതാ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള രസമാണ്. ഭംഗിയുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് അധികം കേട്ടോ. കുറെ കാപ്പി പിടിക്കേണ്ടത് നമുക്ക് ഇതിന്റെ പകുതിയൊക്കെ ആവശ്യമുള്ളൂ. കാരണം വലുപ്പമുണ്ട് നമുക്ക് കാണാനായിട്ട് ഭംഗിയുണ്ട്. ഇതിന്റെ വേറെ കുറെ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേറെ ഇഷ്ടപ്പെട്ട കളേഴ്സും അതേപോലെ തന്നെ ഇതിൽ വേറെ എന്തെങ്കിലും റൈറ്റിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ വരുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇത് നന്നായിട്ടുണ്ട്. അതിന്റെ ഷേപ്പ് ആണെങ്കിൽ നല്ല ഉണ്ട്. നല്ല ഭംഗിയുള്ള അല്ലേ. ഇത് മിസ്സിസും ഇത് മിസ്റ്ററും ഇങ്ങനത്തെ 2 കോഫി മഗ് വേണമെങ്കിലും ജ്യൂസ് ഒന്നേരം ഉണ്ടായി കുടിക്കട്ടോ. നമ്മുടെ കംഫോർട്ട് വേണം. നമുക്ക് പച്ചവെള്ളം കുടിക്കാൻ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതേവരെ ഇങ്ങനെ ഭംഗിക്ക് കയറ്റി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ വെക്കുകളുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഇങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് സാധാ കുട്ടി ക്ലാസ്സിൽ കുടിക്കാന്നല്ലാണ്ട് ഇതൊന്നും എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ഇതെനിക്കില്ല. പിന്നെ അടുത്തത് വന്നിട്ട് ഇതാണ് ഈ ഒരു സ്പൂൺ ഉണ്ടല്ലോ. ഇത് കുറെ മുൻപ് മേടിച്ചാണ്. നമുക്കിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അടുത്തിട്ട് കൈ ഇളക്കുമ്പോൾ ഇപ്പൊ കൈ നമുക്ക് ചൂട് കയറുമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് നിന്നിട്ട് ഇളക്കണം എന്നൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പമുള്ള സ്പൂണാണ് കേട്ടോ. ഞാൻ ഷമീസ് കിച്ചൺ ആരെയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്തോ ഇളക്കുന്നത്. അപ്പൊ അതിൽ കുറെ പേര് കമന്റുകളുണ്ട് നല്ല ഭയങ്കര സ്പൂണാണല്ലോ. അപ്പൊ ഞാൻ അന്ന് നോട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒന്ന് കണ്ടപ്പോൾ ഇതുമായിട്ട് മേടിച്ചത് മാത്രം. നമ്മൾ കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങുന്നവരാണെങ്കിൽ കൈ കാണിക്കാൻ താല്പര്യമില്ലെങ്കിൽ ദൂരെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. നല്ല നീട്ടുണ്ട്. നല്ല രസമുണ്ട്. അത് കാണാനായിട്ട് വലിയ ഹെവി സാധനങ്ങളൊന്നും എണിച്ച് ഇറക്കാൻ പറ്റില്ല. വിച്ചോട്ട് എണീച്ചു. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു സംഭവമാണ്. ഇത് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് വെക്കാം. അതേപോലെ തന്നെ വിച്ചോട്ട് കളിപ്പാട്ട് ഇട്ട് വെക്കാം. കുഞ്ഞു ഐറ്റംസ് ഒന്നും ഇല്ലേ നമുക്ക് ടേബിളിന്റെ മേലെ വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. പച്ചക്കറി ഉള്ളിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമാണ്. ഇതില് എന്തിട്ട് വെക്കണം. പറഞ്ഞു വെച്ചതിന്റെ ഇങ്ങനെ നമുക്ക് അങ്ങനത്തെ സാധനങ്ങൾ എന്ത് വേണം ഇട്ട് വെക്കാം. ഇതിൽ ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാറുള്ളത്. അപ്പൊ ഇതെല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്ന സമയത്ത് ഓരോ നമുക്ക് മാറ്റി അവിടെ ഇടയ്ക്കായിട്ട് വെക്കും കേട്ടോ. അപ്പം ഇതിന്റെ നമുക്ക് പല ഷേപ്പിൽ വരുന്നുണ്ട്. ഒരു കളറോ വേറെ കളേഴ്സ് വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ കുറെ ആയി. ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഒന്നും പോയിട്ടൊന്നുമില്ല. രസം കാണാനായിട്ട് ഇങ്ങനെ ഒരു റൗണ്ടാണ്. അതിന്റെ മേലവശം ഞാൻ കട്ട് ചെയ്താണ് ചെല്ലാൻ വെച്ചു. ചാടാ ഞങ്ങൾക്ക് 4 പല്ല് വന്നല്ലോ. കണ്ടിട്ട് പല്ലൊക്കെ കൊടുക്ക്. എങ്ങനെ പല്ലില്ല ഉറങ്ങി എണിച്ച ക്ഷീണത്തിലാട്ടോ കഴിച്ചിട്ട്. പിന്നെ നമ്മളെ അടുത്തത് ഇതാണ്. ഇത് നമുക്ക് ആവി പിടിക്കാനുള്ളതാണ് അല്ലേ. ഇത് നമുക്ക് ഇപ്പൊ ഫേഷ്യലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുഖം ആവി പിടിക്കാനാണെങ്കിൽ സ്റ്റീം ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതുമല്ല നമുക്ക് ജലദോഷമൊക്കെ പിടിച്ചിട്ട് മൂക്കടപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആവി പിടിക്കാനാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇതിലൂടെ വേറെ മരുന്ന് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ജസ്റ്റ് നമുക്ക് ഇത് കണ്ടോ. ഇതെന്താ ഇതിന്റെ ബാക്കിലൂടെ നമുക്കിനെ എടുത്തിട്ട് കണ്ടോ. ഇതില് വെള്ളം ഫീൽ ചെയ്യുന്ന സാധനമാണ്. ഇതൊന്നും എടുക്കാൻ വേണ്ടി പറ്റും. എനിക്ക് മറ്റേ കയ്യിൽ വെച്ചിട്ട് ഇടത് കൈ ആയതുകൊണ്ട് ഇത് കിട്ടാത്തതാണ്.
ഇത് നമ്മൾ വെള്ളം ഫില്ല് ചെയ്തിട്ട് ഓരോ തവണയും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആദ്യം വെള്ളം ഫില്ല് ചെയ്യാം, എന്നിട്ട് ഇത് വെച്ചിട്ട് കറണ്ട് കുതിരി നമുക്ക് ആവി പിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളം കളയാം, എന്നിട്ട് പുതിയ വെള്ളം എടുത്തോ, പുതിയ വെള്ളം യൂസ് ചെയ്യുന്ന സമയത്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് ആവി പിടിച്ചിട്ട് വെച്ചാണ് നന്നായിട്ട് നമുക്ക് ആവി കിട്ടും സംഭവമാണ്. അതുപോലെ എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി കുറെ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണിക്കാനായിട്ടുള്ളതുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ വരുന്ന വീഡിയോസിലാണ് കാണിക്കട്ടെ, എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കണല്ലോ. ഇപ്പൊ തന്നെ വീഡിയോ കുറെ വൈകിട്ടുണ്ട്. ടാറ്റ പറ. ഞങ്ങൾ കുറെ സാധനങ്ങളായിട്ട് അടുത്ത വർഷം വരെ അവിടെ മിച്ചോട്ടിന്റെ കളിക്കുന്ന സാധനം മേടിച്ചിട്ടുണ്ട്. മിച്ചോട്ടിന്റെ കസാര മേടിച്ചിട്ടുണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം കേട്ടോ. ടാറ്റ. പേടിക്കാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. ടാറ്റ കുഞ്ഞി, ബൈ. ടാറ്റ പറഞ്ഞിട്ടാ വലിയ നാളെ അവനല്ലേ റോട്ടിൽ പോയിട്ട് വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ടാറ്റ അടിക്കുന്ന ആളാ. സീനായിട്ട് അടിക്കാല്ലേ അവസാനൊക്കെ പയ്യും. എന്നാ ബൈ. ടാറ്റ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.